മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ഷൈൻ ടോം ചാക്കോ ഇല്ലാത്ത ചിത്രങ്ങളില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് മോശം പറയാനില്ല എന്ന് മാത്രമല്ല, അതിമനോഹരമായി അഭിനയിക്കുന്ന നടൻ കൂടിയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ നടനവും ജീവിതവും വേറെ വേറെയാണല്ലോ. ഓർത്തു നോക്കൂ, ഒരു പ്രധാനപ്പെട്ട നടൻ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്നും 2-ാം നിലയുടെ സൺഷെയ്ഡിലേക്ക് ചാടുന്നു. ആ സൺഷെയ്ഡ് പൊളിച്ച് 1-ാം നിലയിലേക്ക് ഇറങ്ങുന്നു. 1-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു. അതിനുശേഷം ആ ഗോവണികൾ കൂടി കയറി അയാൾ താഴെ കൂടി ഇറങ്ങി ഓടുന്നു. ഇപ്പോഴും എവിടെയാണ് ഷൈൻ ടോം ചാക്കോ എന്നറിയില്ല. ലഹരി ഉപയോഗിച്ചിട്ട് ചാടിയതാണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. അതേസമയം തന്നെയാണ് ഒരു നടിയുടെ പരാതി, വിൻസി അലോഷ്യസിന്റെ പരാതി. ലഹരി ഉപയോഗിച്ച് വസ്ത്രം മാറാൻ ഞാൻ കൂടെ വരണോ എന്നൊക്കെയുള്ള പരമവൃത്തികേടുകൾ ഇയാൾ പറഞ്ഞു എന്നുള്ള പരാതി. നമുക്ക് ഞെട്ടലുണ്ടാവേണ്ട കാര്യമില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഹാഷ്മി, ഇത് എത്രാമത്തെ ചർച്ചയാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രയും പ്രാവശ്യം ഈവൻ 24-ലടക്കം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ ലഹരിക്കെതിരെയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ ഷൈൻ ടോം ചാക്കോയെ പറ്റി പറയുകയാണെങ്കിൽ ഇയാള് എത്ര പ്രാവശ്യം പോലീസിന്റെ കയ്യിലാവപ്പെട്ടിട്ടുണ്ട്? ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഒരു പ്രാവശ്യം എക്സൈസിന്റെ കയ്യിലാവപ്പെട്ടതിന് ശേഷം കോടതി വെറുതെ വിട്ട് പുറത്തു വന്നു. അതിനുശേഷം ഇയാളെ വീണ്ടും എക്സൈസ് നോട്ടം വിട്ടു പല പ്രാവശ്യങ്ങളിൽ. അതേപോലെ തന്നെ ശ്രീനാഥ് ഉപാസിയെയും പ്രയാഗം മാട്ടിനെയും കൂടി ഒരുമിച്ച് ആ എക്സൈസുകാരെ പിടിച്ച ഒരു സംഭവം ഉണ്ടായി. ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട, എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ ഷൈൻ ടോമിന്റെ പേര് ഈ ഇടയ്ക്ക് പിന്നെ എന്താണ് ഈ രാസലഹരി കൊണ്ടുവന്ന ഒരു ലേഡി അല്ല, എന്താണ് ഹൈബ്രിഡ് കഞ്ചാവുമായി വന്ന ഒരു സ്ത്രീ ഇയാളുടെ പേര് പറഞ്ഞു. ഇയാൾ എൻ്റെ കസ്റ്റമറാന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് നമ്മുടെ പോലീസിന് എന്തേ അനക്കമില്ലാത്ത എന്നാണ് ചോദിക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടി പോയത് അയാളുടെ കയ്യിൽ 101% ഈ എന്തെങ്കിലും ലഹരി ഉണ്ടാവും. സംശയമുണ്ടോ? ഇല്ലെങ്കിൽ പോലീസ് റൂമിൽ ഇറങ്ങി ഓടേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? റൂമിൽ ഇരുന്നാ പോരെ. കയ്യിൽ കള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിനെ കണ്ട് പേടിക്കുന്നത്? 3-ാം നിലയിൽ എടുത്തിയാടി ഓടേണ്ടതിന്റെ ആവശ്യം എന്താണ്? പോയാലാ ഈസി ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്കിട്ട് അപ്പൊ അത് ഇവരൊക്കെ ഇതിനകത്ത് മൊത്ത കച്ചവടക്കാർ തന്നെയാണ്. സിനിമയിൽ ഇവരെ വാഴിക്കുന്നതും സിനിമക്കാർ തന്നെയാണ്. ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചും അതേപോലെ തന്നെ ഈ ശ്രീനാഥ് ഉപാസിയെ കുറിച്ചും ഒക്കെ ഈ കേസ് കെട്ടുകൾ ഇങ്ങനെ പല തവണയായി വന്നതിന് ശേഷവും ഇവരെ എന്തിനിങ്ങനെ സിനിമയിൽ വെച്ച് വാഴിച്ചുകൊണ്ടിരിക്കുന്നു? 100% ഞാൻ യോജിക്കുന്നു. സാർ ഇവനെങ്ങനെ കൂടെ കൊണ്ട് നടക്കണം എന്തിനാ? വോട്ട വർഗീസ് അവൻ പാവല്ലേ? ഇല്ല സാർ, ഇവനെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന്. ഇത് വാഴിക്കുന്നത് ആരാണ്? ഈ സിനിമയിലെ മേലാളന്മാർ തന്നെയാണ്. ഇന്ന് അമ്മ എടുത്ത നിലപാട് എന്താണ്? ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു, 3 പേരെ. അത് ഏറ്റവും നന്നായി. വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോയെ ചെയർമാനായിട്ടും ശ്രീനാഥ് ഉപാസിയെ സെക്രട്ടറി ആയിട്ടും ഒക്കെ വെക്കായിരുന്നു. പ്രയാഗം മാട്ടിനോടാണ് കൂട്ടത്തിൽ കൂട്ടിയേക്ക് നന്നായിരുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം നമ്മുടെ ഈ നടൻ അഭിനയിക്കുന്ന ആൾക്കാർ തർക്കം വേണ്ട. ഷൈൻ ടോം ചാക്കോ വളരെ മികച്ച പ്രതിഭയുള്ള നടനാണ്. ഒരു പ്രതിഭയുള്ള നടനെ കഞ്ഞൂടി മുട്ടിക്കണം എന്ന നിലപാട് നമുക്കില്ല. പക്ഷേ നേരത്തെ ശ്രീ വൈജു കൊട്ടക്കര പറഞ്ഞതുപോലെ ആദ്യം ഒരു കേസ് ഉണ്ടാവുന്നു. ആ കേസിൽ ഇയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നേ. എങ്ങനെയാണ് പോലീസ് അക്കാര്യത്തിൽ തോറ്റുകൊടുത്തത് എന്ന കാര്യം എണ്ണി പറഞ്ഞ കോടതി വിധി താങ്കൾ വായിച്ചിട്ടുണ്ടാകണം. അതിനുശേഷം പിന്നെ ഓംപ്രകാശ് ഈ പറയുന്ന ടീമുമായി ബന്ധപ്പെട്ട പരാതിയും കേസും പിന്നീടും വന്നില്ലേ? അതിനുശേഷം അവതാരകയോട് മോശമായി പെരുമാറി എന്നുള്ള പരാതി പിന്നെയും വന്നില്ലേ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. കോക്പിറ്റിലേക്ക് ഇടിച്ചു കയറി എന്നുള്ള പരാതിയും കാര്യങ്ങളും പിന്നെയും വന്നില്ലേ? എന്നിട്ടും ഈ ഷൈൻ ടോം ചാക്കോക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ശ്രീ വൈജു കൊട്ടക്കര, നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മി പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഇയാൾക്ക് സിനിമയ്ക്ക് യാതൊരു കുറവുമില്ല. എത്ര നല്ല നടനായിക്കോട്ടെ,
ഇനി ലോകോത്തര നടനായിക്കോട്ടെ, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനു വെച്ചോണ്ടിരിക്കണം? ഇവരെയൊക്കെ നന്നാക്കണം എന്ന് പറഞ്ഞ ആളുകളും ഈ ചർച്ചയിൽ ഇരിപ്പുണ്ട് നേരത്തെ. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് ഇവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം, നന്നാക്കണം, നല്ല കുഞ്ഞാടുകളാക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മലയാള സിനിമയിൽ എവരെ പോലെ വൃത്തികേട് കാണിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ സിനിമയിൽ നിന്ന് ആട്ടി പുറത്താക്കാതെ ഈ ഇൻഡസ്ട്രി രക്ഷപ്പെടില്ല, യാതൊരു സംശയവും ഇല്ല. മലയാള സിനിമ നശിച്ചു പോട്ടെ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല.